പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു ആരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുളപൊട്ടി വരുന്നത്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ ഈ കാലത്ത് അങ്ങയെ ആരാധിക്കുവാൻ, ആരാധിച്ച പരിഹാരം കാണുവാൻ, അങ്ങേ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കുന്ന ഈ ആരാധനയ്ക്ക് പ്രത്യേക പരിഗണനയാൽ എന്നെ ക്ഷണിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. എന്റെ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യതയും ഓർത്തുകൊണ്ട് ഞാൻ മനസ്തപിക്കുന്നു. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ യോഗ്യത നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ആരാധനയെ സ്വീകരിക്കുന്നതിനായി നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഈശോമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പടി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവമേ, ഞാൻ ഉടമ്പടി എടുത്തില്ല, എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരണത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. ഇതെന്താ വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ പഠിക്കുന്നതോറും ടെൻഷനല്ലേ അല്ലേ? പഠിക്കുന്നതോറും ടെൻഷനാണ്. ഈ പരീക്ഷയ്ക്ക് എന്നാ ടെൻഷൻ തീരണത്? പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത്? 1ാം ക്ലാസ് വെച്ചിട്ട് പരീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2ാം ക്ലാസ്സിൽ തീർന്നില്ലല്ലോ. 2ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ PhDക്ക് പോകുമ്പോഴും അവിടെ പരീക്ഷ ഉണ്ട്, ടെൻഷനുണ്ട് ഇല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നു വരണത്.
ടെൻഷൻ ബൈ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതിന് ടെൻഷനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ടാണ്. കാര്യം ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി, അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള. എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല, സപ്പോർട്ട് കുറവായിരിക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്ന് കസിൻസൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഉള്ള അകലെയാണ് അവരൊക്കെ, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് ഡയറക്റ്റ് പേഴ്സണൽ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല, അപ്പൻ കൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ സ്നേഹിക്കും, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയ. അപ്പം അത് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ കൊന്തയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഫിക്സ് ചെയ്യണേ? എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ രൂപമാണ് ജപമാല എന്ന് പറയുന്നത്. അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കണത്, സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വന്നുപോയി. ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കെടാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം, കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസ്സാണ്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണതല്ല, അവരതാണ് വാട്ടർ ബോട്ടിൽ കൂടെ നടക്കുന്നതാണ്. പിള്ളേരുടെ എല്ലാവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അവരുടെ തൊലിയൊക്കെ മിനുങ്ങിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? വെള്ളം കുടിക്കണതാണ്. നമുക്ക് തൊലി മിനുങ്ങണത് നമുക്ക് വെള്ളം കുടിക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല. സൗന്ദര്യത്തെ പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും. തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റഡ് ഇരിക്കുമ്പോൾ തന്നെ ആൾ കറുത്തു പോകും. ആൾ വെളുത്ത് വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ, ഇല്ലേ? പണ്ട് ദാഹത്തിന് മാത്രം നമ്മൾ കുടിച്ചു, ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ 1-2 ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും. എൻ്റെ കുർബാന ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകലൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ, കാര്യം നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ട്രഷറാണിത്, പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലുമാണ്. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്ന് വളർന്നൊക്കെ വരണത്. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ കുർബാനത്തിൻ്റെ പറയില്ല, കുർബാനയ്ക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം ആ വാഴ്ത്തും കോൺസെക്രേഷനാണ്. ഞാൻ കോൺസെക്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും. എവങ്കേലിയോ പോലും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. എവങ്കേലിയും മുറിക്കുന്നതും
വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താരെ മുറിക്കണതും രണ്ടും ഒരേ പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ വചന പ്രഘോഷണത്തിൽ ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം. വചനം എപ്പോഴും ഓരോ ടൂളാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള. അത് എങ്ങനെയാണ് ആപ്ലിക്കേറ്റ് ചെയ്യണത്? ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നമ്മൾ ചമ്പക്കുളത്തു നിന്നൊരു സഹോദരി ഒരു റോസ് ബെന്നി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൃപാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറയുക, മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ്. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ അശുദ്ധാത്മാവ് എന്നോട് പല പ്രാവശ്യം വചനത്തിലുള്ളതാണെങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട്, നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്. എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും. കൊളോസ്യസ് നമുക്ക് എടുത്ത് ആ വചനം എടുത്ത് കൊളോസ്യോസ് 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കേണ്ടത് മനുഷ്യനായത് കാരണം ബൈബിളിൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ ചിറകെ വെട്ടിക്കണേ. ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്ത പക്ഷിയെ പോലെയാണ്. ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായമൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്നു വന്ന്, ഒരു എസ്ചക്കാരൻ, അങ്ങനെ ഓക്സ്ഫോർഡിൽ പഠിച്ച ആളാണ്. ഓക്സ്ഫോർഡ് പഠിച്ചിട്ട് ഇപ്പോഴ് റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ. അദ്ദേഹം നല്ല പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കൊമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയും ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവലിൽ ഭയങ്കര ഹൈയാണ്. പല പല ഭാഷകളറിയാം, പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈയാണ്. ഞാൻ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹം എനിക്കൊരു നന്ദിയൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതിന്. അപ്പം ഞാനൊരു പറഞ്ഞു, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ്. എന്താണ് അക്വിനാസിൻ്റെ പ്രത്യേകത? വിശുദ്ധ അക്വിനാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ വിശുദ്ധനാണ്, അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ്. ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറവില്ല ചില ആൾക്കാർക്ക്. ഈ എസ്സിന് അങ്ങനെയില്ല, വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടിക്കഴിയുമ്പോൾ വിശുദ്ധി കുറയും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കപ്പാസിറ്റി, ഈ മെറിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉടമ്പടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെറിറ്റ് ഈസ് ദ എനിമി. നമ്മുടെ ശത്രു മെറിറ്റാണ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും നമുക്ക്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ഉടമ്പടി നമ്മൾ കൺഫ്രണ്ട് ചെയ്യാത്ത, നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ, പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരും. അയാളുടെ പേര് മെറിറ്റ് എന്നാണ്.
മെറിറ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യതയ്ക്ക് ഇവൻ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾക്കൊരു 50 ലക്ഷം രൂപ FD ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് കാലണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ട് വീഴും. കാലണ കയ്യിലില്ലെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ട് വീഴും. അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത് ആന്തരിക ശത്രു എന്ന് പറയുന്ന മെരിട്ടാണ്. ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം. എൻ്റെ മക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല. ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം, ദൈവം ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ 100 കണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും. അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ്, പലതും ഡിലീറ്റായി പോയിട്ടുണ്ട്. നമ്മൾ ചെറുപുറ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പങ്ങളാണ്. അവലംബങ്ങളെന്ന് പറയണത്, ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രതയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിന് അവലംബങ്ങളുള്ളു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കൂയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ, ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പം പിന്നെ പ്രാർത്ഥിക്കുന്ന റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷൻ മരുമകനല്ല. ഇതെന്ത് നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധിയിൽ നിൽക്കണം. ഒരു മെരിറ്റുമില്ലാത്ത നമ്മൾ കണ്ട ആ സാക്ഷ്യത്തിൽ റോസ് ബെന്നിയുടെ സാക്ഷിയാണ്. റോസ് ബെന്നി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരിയാണ്, ശമ്പകുളത്തുകാരിയാണ്. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, അതിങ്ങനെ പഠിപ്പിക്കാനും പിന്നെ ബാക്കിയുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അതിലെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, ഒരു 5-6 ദിവസം നിന്ന് പെയ്താൽ അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് വിശ്വാസവീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസവീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം.
ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും. നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ്ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്ത് കാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയല്ല, കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. മണിക്കൂറിന് 60 വെച്ചുള്ള കാറ്റാണ്. അപ്പം അടിച്ചു തല്ലിപ്പോവും തെങ്ങെല്ലാം. അപ്പം ഞാറിങ്ങനെ വീണുപോയി, വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കെ ഇത് അടന്നടന്ന് ഇതിനകത്ത് വീഴും. നമുക്ക് 1-2 ദിവസം ആ സമയം തെറ്റിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ല, എല്ലാം അടന്നു പോകും. അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം. ഭയങ്കര സങ്കടകരമായൊരു കാഴ്ചയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് പോണവർ തോന്നും. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ച് തല്ലിപ്പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും. കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത് ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഗവൺമെൻറ് ആ അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തിന് 100-108 കിലോനാണ് എടുക്കുന്നത്. അതിപ്പം മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ, ഇപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും. ഇതിൻ്റെ വല്ലതും പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കണതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെക്കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-108 കിലോ അളക്കാൻ പറയും. ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം, റോസ്ബെരിയുടെ പ്രശ്നം, ഈ 100-8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത കണക്കായിരിക്കും. അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? നമ്മൾ പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം?
ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം ഒരു ഉടമ്പടിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ട് ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബയലാറ്ററായിട്ടുള്ള ബൈൻഡിങ്ങാണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിനെ അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പോൾ ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ അത് വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ലോക അന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പം നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണത് കാണാം. അതിന് മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് കൊടിയെന്ന് പറയുന്നത് എന്താണ്? കുരുമുളക് കൊടി. കിഴക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, പടിഞ്ഞാറുള്ളവർക്ക് കൊടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൊടിയെന്നേ മനസ്സിലാകത്തുള്ളൂ. അപ്പം മരം കൊടിയിട്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയുടെ കാര്യമാണ് പറയണത്. അത് വല്ല കൊന്നപ്പത്തലേം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിൽ പ്ലഗിങ് സൂക്ഷിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കാൻ എന്നെ കൂടി അതിൻ്റെ എൻ്റെ പ്രാർത്ഥന കൂടി അമ്മ സ്വീകരിക്കണം. ദൈവമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഈ പത്രം കൊടുക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു പ്ലഗിങ് വരും അവിടെ. ജെന്യൂൻ പ്ലഗിങ് വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കിതക്കേണ്ട കാര്യമില്ല. ഇപ്പം
ഇപ്പം അതായത് അതെല്ലാം വളരെ പെട്ടെന്ന് മെക്കാനിക്സായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മീൻ വെട്ടണം, നമ്മൾ കത്തിയെടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തല ചീവി കാല് വെട്ടി അതിൻ്റെ ചിറക് വെട്ടിയൊക്കെ ഇരിക്കട്ടെ. ഇപ്പം അങ്ങനെ അപ്പം ചൈനയിലൊരു മെഷീൻ കണ്ടില്ലേ, ഒരു മീനങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കഴുകി മെഷീൻ ഇങ്ങോട്ട് തരും. ഇപ്പം പോയി അത് മേടിക്കണ്ട, അവിടെ ഇരിക്കുക, ധ്യാനം കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അതൊക്കെ അത് കാലം മാറി. അല്ലെങ്കിൽ നമ്മൾ ഒരു മീനുമായിട്ട് എത്ര നേരം ഇരിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്ലഗിങ് ജെനുവിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നമ്മളുടെ കാര്യത്തിനാണിത് വെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതുകൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ജെനുവിൻ പ്ലഗിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് വേണം ഇത് പ്ലഗ് ചെയ്യാൻ. അത് നിങ്ങളും നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തോന്നണം. എന്ത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഈ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാവും. ഞാൻ പറഞ്ഞില്ലേ, റോസ് ബെയിനിയുടെ കാര്യം പറഞ്ഞില്ലേ, റോസ് ബെന്നിയുടെ കാര്യം പറഞ്ഞാൽ ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതിന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇത് അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്ക് മുകളിൽ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ട് കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ട് കാശ് കൊടുക്കാൻ പറയുന്നത് എന്താണ്? പൂർവികർ ഇല്ലേ നമുക്ക്, അവരുടെ സ്വത്താണല്ലോ നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ്. ഇല്ലേ? ആർക്കും നിഷേധിക്കാൻ പറ്റുക? അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ ഈ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃശ്യൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളി വാ. അപ്പോൾ ഉടനെ ബെന്നി പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് എന്നിട്ട് ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. അപ്പോൾ റോസിന് പണ്ടേ ചെയ്തൊരു പണി കാണിച്ചു കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തയിലിക്കൊണ്ട്. അത് ഞാറ് ഉണ്ടായ കാലം പോലെ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. എന്നുവെച്ചാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്താ, നമ്മുടെ ആ കസേര മറിച്ചിട്ട് അങ്ങോട്ട് കാലം കയറ്റി ഇരുന്നാൽ പോരെ, ഇത് വലിയ കുഴപ്പമുണ്ടാകും. ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല. ഞാനാണ് ദൈവമെങ്കിൽ ആ കസേര വലിച്ച് നിങ്ങളുടെ തലക്കെട്ടടിക്കും. എന്താ കാര്യം? നന്ദികേടല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാലാതെ തന്നെ കസേരക്ക് എഴുന്നിട്ട് മറ്റേ കാലെടുത്ത് ടീപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണത്. അതാർക്കാ പറ്റാത്തത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ ഇത് പ്രാർത്ഥിക്കണമെന്ന് തോന്നണ്ടേ? അത് ഭയങ്കര സീരിയസ് ആയ വിഷയം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത്. നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ്. ആവതില്ലാത്ത ആവതിന് ദൈവത്തിന്, എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം. അതാണ് ഒരു പ്രശ്നം. ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ, അതായത് ഒരു പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ്. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. എന്ന് വെച്ചാൽ കർത്താവ് പറയും, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടങ്ങളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാണേ, നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ളമടിച്ച കുഴിമാടങ്ങളാണെന്ന്. അതിലെന്ത് പറയും?
നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും, അകമോ എന്ന് പറയും. അകം, അതാണ് കുഴപ്പം. ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണേ. ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്കാനിങ് യന്ത്രം പണ്ട് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയും നിങ്ങളുടെ അകമോ അതിൻ്റെ എക്സ്റേ കോപ്പി എടുത്ത് പറയും കവർച്ച, ദുഷ്ടത, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 23:27 തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അതിന് അകമോ എന്നുള്ള വാക്കെടുത്ത് അകമോ. ലൂക്കാ 11:39 ഏറ്റു പറഞ്ഞ അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഫരീസ്യരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അകം ഒരു പ്രശ്നമാണ്. കർത്താവ് ഇയാളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം, ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ 3D എടുക്കാൻ നമുക്ക്, ഇത് പിന്നെ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ട രീതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി വരും. ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നല്ലൊരു ടെക്നീഷ്യനാവുള്ളേക്ക്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ കുഴപ്പം, ഈ പുറം മാത്രമല്ല അകം ഉടനെ കാണും, അകം കാണിക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ദൈവതിരുസന്നിധിയിൽ ഇന്ന് അവളുടെ കുഴപ്പം ഈ അകമോ. ഇപ്പം കണ്ടില്ലേ 11:30 എന്താ ലൂക്കാ 11:39 അകമോ. അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 23:20 അപ്പം ഈശോന് ഉള്ളിലെന്ന് പറഞ്ഞ്, ഇവിടെ ലൂക്ക അകമെന്ന് പറഞ്ഞത്. അപ്പം അകവും ഉള്ളിലും ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി നമ്മളെപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കുമ്പസാരത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പസാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയണത് നമ്മളുടെ നിലപാടാണത്. ഇപ്പം ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം, റോസ് ബെന്നിക്ക് 9 ഏക്കറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമ്മുടെ അകം ശരിയല്ലെങ്കിൽ, റോസ് ബെന്നി ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാടശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാടശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ് ബെന്നിയെ സംബന്ധിച്ചത് ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ.
കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? കവർച്ച ചെയ്താൽ നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം എങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല. അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം, മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നിങ്ങളത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഉള്ളു കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ളു കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് പോണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോണത് എന്തിനാണ്? അവിടെ ലൈനടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഞാൻ ഒരു വാടക്കലെന്നും പറഞ്ഞൊരു ഇടവകയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും മരിപ്പ് വീട്ടിൽ, അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് തേങ്ങണ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ. മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും? അച്ഛമ്മനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ കാണാം ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം. നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തിട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലെന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്ത് കയറി വയ്ക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പം തന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ. അപ്പം നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വരിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിലിരിക്കും. നമ്മളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യും. മനുഷ്യൻ എന്തുമാത്രം വിഡ്ഢിയാണെന്നറിയാമോ? അപ്പം ഞാൻ ഈ വീട്ടിൽ ചെന്ന് അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ടീച്ചറാണ്, എൻ്റെ മകനാണ് മരിച്ചു കിടക്കുന്നത് ഓട്ടോറിക്ഷ ഇടിച്ച്.
അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഒരു കുരിശ് ഇവനെ രക്ഷിച്ചില്ലെന്ന്. അപ്പോൾ എനിക്കിട്ട് പാരപണിയാണ്, മരിപ്പിൻ്റെ ഇടയ്ക്ക് അച്ഛനിട്ട് പണി കൊടുക്കണവരെ. അവർ പറഞ്ഞു, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഉറക്കിയത് കുഞ്ഞുനാൾ പോലെ, ഒരു കുരിശും അവനെ രക്ഷിച്ചില്ലെന്ന്. ഇതാണ് ബേസിക് അവരുടെ. എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് കുരിശൊന്നും രക്ഷിക്കാഞ്ഞെന്ന്. അത് എനിക്കവിടെ പറയാൻ പറ്റുമോ? ഇവർക്ക് ഞാനവിടെ കക്ഷിയല്ലല്ലോ എൻ്റെ അടുത്ത്. എന്താ സംഭവിച്ചത്, ഇവൻ അവിടെ നിന്ന് പോരണത്, വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത് എല്ലാം ഇവൾ ഒരു ലൈനുണ്ട്, അവളെ വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ മണിമാരുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. പ്രൊട്ടക്ഷൻ പോയി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒന്നിറങ്ങിയ നേരം വിളിക്കുമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾക്ക് ദൈവം നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് പുറകിൽ കണ്ണില്ലെന്ന് എപ്പോഴും ഓർത്തേക്കണം. പുറകിലെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് നിങ്ങൾ ഈ തലക്കെട്ട് കെട്ടി അടച്ചു വെക്കരുത്. ഞാൻ പോരാളിയാണെമ്പോൾ ഞാൻ തലക്കെട്ട് കെട്ടുന്നത്. തലക്കെട്ട് കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലെ കണ്ണ് അടഞ്ഞു പോകും. ദൈവത്തിൻ്റെ കണ്ണാണത്. എൻ്റെ പ്രശ്നം വെച്ചാൽ ദൈവമാണ്. നമുക്ക് എല്ലാവരും കാണാൻ പറ്റില്ല മക്കളെ. ജോലി ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ആരോഗ്യം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടെന്ന് നിർബന്ധമില്ല. കുറേ പകുതിയോളം കാര്യം ദൈവത്തിൻ്റെതാണ്. ആദ്യമേ തന്നെ നമ്മൾ വാള് വെച്ച്, അഹങ്കാരത്തിൻ്റെ വാള് വെച്ച് കീഴടങ്ങണം. കർത്താവേ, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ, ഞാൻ അന്ധനാണെന്ന് പറയണം. എനിക്ക് കാണേണ്ട പോലെ കാണാൻ പറ്റണില്ല, ഞാൻ കാണുന്നതെല്ലാം മാത്രമേ ഉള്ളതെന്ന് ഞാൻ ധരിക്കുന്നു, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. അവിടെയാണ് എളിമ വരണത്. എളിമ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്രയം ഉണ്ടാകും. ഇപ്പം ഈ റോസ്റ്റിൻ്റെയും ബെന്നിയുടെയും വിഷയം എന്താ? മഴ ഇങ്ങനെ കനക്കണ സമയത്ത് റോസ് കൊന്തയും ചൊല്ലിക്കൊണ്ട് ഈ പാടശേഖരത്തിന് ചുറ്റും നടക്കുകയുണ്ട്. ബെന്നിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. ഇത് നമ്മൾ ഉടമ്പടി എടുത്ത പാടശേഖരമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ മൂലം ഇവിടെയുള്ള പാടശേഖരങ്ങളെല്ലാം രക്ഷപ്പെടും. കാര്യം എന്താ? നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഇവർക്ക് ആ പറയണ കറക്റ്റാണ്. അപ്പോൾ ബെന്നിക്ക് പക്ഷേ ഇവളിങ്ങനെ ഈ വേദവേശമൊക്കെ പറഞ്ഞെങ്കിലും ബെന്നിക്ക് അത്ര വിലപ്പോണില്ല. അത് ഭാര്യയുടെ സ്ഥിരം വേദോപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തള്ളിക്കളയും. അപ്പോൾ അമ്മയോട് പറയും, അമ്മേ, ബെന്നി വിശ്വസിക്കണില്ല, ഞാൻ തലകുത്തി പറഞ്ഞിട്ട് പോലും ഇതിന്മേ ഒരു മഴക്കാറ് വീഴത്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അമ്മയ്ക്കും അറിയാം. പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. അപ്പം ബെന്നിക്കൊരു അടയാളം കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അവർക്ക് എന്തൊരു അധികാരമാണ് അമ്മയോട് സംസാരിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. ബെന്നിക്കൊരു അടയാളം കൊടുക്കാൻ പറയും. അതെന്തൊരു കമാൻഡാണ്, അമ്മയോട് പറയണതാണ്. ആ പറഞ്ഞ് വായിന്ന് ആക്കിയിട്ടില്ല, അപ്പം തന്നെ മഴവില്ലിങ്ങനെ വന്ന് വീശി അങ്ങ് നിൽക്കും പാടത്ത്. അപ്പം ബെന്നി വിളിക്കും, ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അതാണ് ബന്ധം എന്ന് പറയണത്. ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ട്, ഇപ്പം മതിയാ. ചോദിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ല ദൈവത്തോട്. ഗതികെട്ടാൽ ചോദിക്കണം. ചോദിച്ച് ദൈവത്തിനെ പരീക്ഷിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പോൾ ബെന്നി വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവളങ്ങനെ പറയണത്. പിന്നെ എന്താ സംഭവിക്കണമെന്നറിയാം? പിന്നെ അവൾ പറയണതേ, പിന്നൊരു വെയിലിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അച്ഛാ, ഇവിടെ ഈ പാടശേഖരത്തിൽ വെള്ളം പറ്റിയ വഴിയറിഞ്ഞില്ലെന്ന്. ഞങ്ങൾക്ക് എല്ലാ പാടശേഖരത്തിലും കൂടി വണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോയെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, വണ്ടിയെല്ലാം ഓരോരുത്തർ പാർട്ടി ബേസിലൊക്കെയല്ലേ വണ്ടി കിടക്കണത്. അപ്പം അതുകൊണ്ട് വണ്ടിക്കാർ അവരുടെ ബന്ധമുള്ള പാടശേഖരങ്ങളിലൊക്കെയാണ് വണ്ടി ഓടിച്ച് അത് കൊയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ 4 വണ്ടി ഒരുമിച്ച് വരും. എന്നിട്ട് അവരങ്ങോട്ട് കൊയ്ത് ടക്കടകാന്ന് കൊയ്ത് 9 ഏക്കറും കൊയ്ത് കൊടുത്തിട്ട് പോകും. ഒരു നെല്ല് പോലെയാണ്. അപ്പോഴുണ്ട് ഗവൺമെൻറ് വിളിച്ച് പറയണ് 100-ന് 8 വേണ്ട, 100-ന് 1 മതിയെന്ന്. അപ്പം നോക്കി എന്ത് ആ സെക്ഷൻ പോണ പൂക്ക് കണ്ടില്ലേ, അതെന്ന് പറയണത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആളിന് ചഞ്ചലിപ്പുണ്ടാകരുത്. നമുക്ക് ചഞ്ചലിപ്പുണ്ടോ? ഇപ്പം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ എയർ കയറുമല്ല,
ഇല്ലേ? നിങ്ങൾ മോട്ടർ കണ്ടിട്ടില്ലേ? ഓ ഭാഗ്യം. മോട്ടർ അടിക്കുമ്പോൾ എയർ കയറും, ചില സമയത്ത് വെള്ളം കയറത്തില്ല. വെള്ളം കയറും, മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അറിയത്തില്ല വെള്ളം കയറുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് വലിച്ചിങ്ങനെ മുകളിലോട്ട് നോക്കും, എന്താണ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ മെസ്സിയിട്ട് കളിപ്പിക്കുകയും ചെയ്യും, തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ചാടി വന്നിട്ട് മോട്ടർ ടാങ്ക് നോക്കും, ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മോട്ടർ അടിക്കുന്നുണ്ട്, ഇതിന് ഓവർഫ്ലോ വരണില്ല എന്ന് പറയും. അപ്പോൾ നോക്കണ പറഞ്ഞേ, മോട്ടർ അടിക്കുന്നുണ്ട്, വെള്ളം കയറുന്നില്ല, ഗ്യാസാണ് കയറണത്. അപ്പോൾ ഇനി രണ്ടാമതെല്ലാം രണ്ടാമത് പണിയേണ്ടി വരും. ഇതുപോലെയാണ് നമ്മുടെ ഒരു വിഷയത്തിൽ വരണത്. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ, മരണ പ്രാർത്ഥനയാണ്. പക്ഷെ ടെൻഷൻ കയറിപ്പോകും. ഇതിൻ്റെ ഇടക്കൂടി ഗ്യാസ് കയറുന്നുണ്ട്. ടെൻഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പ്രാർത്ഥന കയറത്തില്ല. അതിതാണ് ഈ അബദ്ധം പറ്റണത്. അപ്പോൾ അതുകൊണ്ട് ഈ റോസിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് വരണം. എത്ര മഴക്കാറ് കണ്ടാലും അമ്മ ഇത് കൊയ്ത് നമുക്ക് തരും, അമ്മ ഇത് കൊയ്ത് തരും എന്ന് ബലമുണ്ടാകണം. ഇത് ബലമുണ്ടാകും എന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, എല്ലാ വിഷമങ്ങളുടെ ഇടയ്ക്കും നല്ല ഉറപ്പ് കിട്ടാൻ, നല്ല അവലംബം കിട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ ആത്മധൈര്യം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്വരമായി തീർന്നിടും മിഴികൾ നിറയുമ്പോൾ മഴവില്ലാതിടിയും മൊഴികൾ ഇടറുമ്പോൾ സ്വരമായി തീർന്നിടും ദുഃഖമകന്നിടുവാൻ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാൻ യാചിച്ചിടണമേ ദുഃഖമകന്നിടുവാൻ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാൻ യാചിച്ചിടണമേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ എന്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ലൊരു സാക്ഷ്യമാണ്. ഈ 2 ഡോക്ടർമാരുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ 2 പേരും ഇവിടെ രാജഗിരിയിലെ ഡോക്ടർമാരാണ്. രാജഗിരിയിലെ ഡോക്ടർമാർക്ക് നല്ല ആശുപത്രിയാണ്, നല്ല ശമ്പളം കിട്ടും. അപ്പോൾ അവർക്ക് പക്ഷേ കുറേ നാൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ അച്ഛന്മാരാണെങ്കിലും ഒരു പള്ളിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പം പിതാക്കന്മാർ മാറ്റുമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു റിലീവിങ് എടുക്കാൻ തോന്നും നമുക്ക്. കാര്യം അവിടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അപ്ഡേഷൻസ് വേണമെന്ന് തോന്നും. നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അവർ 5 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കോടികൾ വിലയുള്ളതാണ് പുതിയ ഉപകരണങ്ങളെല്ലാം. അപ്പോൾ എല്ലാ ഹോസ്പിറ്റൽമാർക്കും അഫോർഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അപ്ഡേഷൻസിന് വേണ്ടി അവർ അതിനൊക്കെ ഉയർന്ന ആശുപത്രിയിലോട്ട് പോകും. ചിലപ്പോൾ ശമ്പളവും കൂടും, അതുപോലെ തന്നെ പുതിയ ഉപകരണങ്ങൾ അവിടെ വരും. അപ്പോൾ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ബിബിനും ജോസും കൂടി അവിടുന്ന് 2 പേരും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവരാണ്. അവർ പറഞ്ഞു നമുക്കൊന്ന് ഇവിടുന്ന് ചേഞ്ച് ചെയ്താലാ. അപ്പം അവർ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് രാജഗിരിയിൽ നിന്ന് രാജിവെച്ച് അവർ മലേഷ്യയിലോട്ട് പോയി. അവർക്ക് ഇൻ്റർവ്യൂ കിട്ടി, അവരവിടെ ചെന്നു. അവർക്ക് വിസ കിട്ടി, അവരവിടെ ചെന്നു. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലോക്കൽ നിയമങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ജോലി കിട്ടാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ ഈ ഓരോ CV ഇല്ലാത്ത ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ദുബായിലൊക്കെ പോയി നിന്നിട്ട് നമ്മുടെ ആൾക്കാർ പിള്ളേർ അവിടെ പോയി നിന്നിട്ട് ഏതെങ്കിലും ആൻറ്റിയുടെ അങ്കിളിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ആണല്ലോ അവർ എല്ലായിടത്തേക്കും CV അയക്കണത്. അയക്കുമ്പോൾ അവരെ കോൾ ഫോർ ചെയ്യും. പിന്നെ അവിടെ പോയി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും. പിന്നെ കമ്പനി നമുക്ക് വിസ അയച്ചു തരും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാം. വിസിറ്റ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ വിസിറ്റ് വിസ എടുത്തിട്ട് 10-25 ദിവസം അവിടെ നിന്നിട്ട് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഈ വിസിറ്റ് വിസ എടുത്ത് പോയെങ്കിലും കമ്പനികളൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഒക്കണില്ല. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ രാജഗിരിയേക്കാൾ മെച്ചമായിട്ടുള്ള ഇതിനേക്കാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള അവിടെ അതിനുള്ള നിയമങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വിപിനാണ് ഒരു ഡോക്ടർ, ഹസ്ബൻഡ്. പിന്നെ ജോത്സനാണ് വൈഫ്. രണ്ടുപേരും ഡോക്ടറാണ്. അപ്പോൾ ഇവർ നല്ല ഹൈ പ്രൊഫൈലുള്ളവരാണ്. ഹൈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഞാനീ സാക്ഷ്യം പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം ഇതെല്ലാം ടെക്നിക്കൽ ടേംസുമാണ്, എല്ലാവർക്കും നമ്മുടെ അമ്മച്ചിമാർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ ഹൈ പ്രൊഫൈൽ അവർക്ക് നല്ല മെരിറ്റുണ്ട്, അവർക്ക് പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ജോത്സനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ അവിടെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്, സയൻറ്റിഫിക് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എവിടെ പോയാലും കൈമുത്തിക്കൊണ്ടവർ എടുക്കും, ഒരു സംശയമില്ല. കാര്യം അവർക്ക് മെരിറ്റുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞ മെരിറ്റുണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷേ ഇവരവിടെ ചെന്നെങ്കിലും മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം മെരിറ്റ് വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ജോത്സന വിസ വീണ്ടും ഒന്ന് പുതുക്കിയിട്ട് രണ്ടാമത് പോകാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കേട്ട്. എന്താ കാര്യം? നിങ്ങൾ മെരിറ്റ് നമ്മുടെ മെരിറ്റ് വർദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മെരിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ ബിബിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിബിനൊരു പൾമനോളജിസ്റ്റാണ്. എന്നുവെച്ചാൽ ഈ ശ്വാസകോശങ്ങളെക്കുറിച്ച് ചൈൽഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ശ്വാസകോശ വിദഗ്ധനാണ് പുള്ളി. MD ആണ്. MD എന്ന് വെച്ചാൽ MD ICUവിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ICU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അവരെ ട്രീറ്റ് ചെയ്യാനാണ് ആൾ ഡെഡ് ലൈൻ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ലത്. MD എടുത്തുകൊണ്ട് പൾമനോളജിസ്റ്റാണ്, ചൈൽഡായിട്ടുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ്. പക്ഷേ അത് ICUവിലെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ അത്രയും ആൾക്കാരെ ഉണ്ടാകത്തില്ല, വളരെ ചുരുക്കി വരെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനുള്ളൊരു ഇവർ അവരുടെ മനുഷ്യ പോയിരിക്കണത്. അവിടെ ചെല്ലുമ്പോഴും ഇയാളുടെ പ്രൊഫൈലിന് ഇത്രയും വെൽ റിക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ ഇത്രയും എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇതെല്ലാം മെരിറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ 50 ലക്ഷം രൂപ നമുക്ക് FD ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകത്തുള്ളത്. നമ്മുടെ മെരിറ്റാണ് വില്ലനായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോത്സനെ പുതുക്കാൻ വന്നപ്പോൾ ജോത്സന അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ട്. എന്താണ്? നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. അത് അവർക്ക് വേണ്ടി ഈശോ എൻ്റെ കൂടെ സംസാരിച്ചതാണ്. അവരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈശോ സോഷ്യൽ കൗൺസിലിംഗ് ചെയ്തതാണ്. അപ്പോൾ വെച്ചാൽ നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാരെ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസംഗത്തിലുള്ളതാണ്. ഓവർ മെരിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇവർ രണ്ടുപേരും ഹൈ മെരിറ്റ്സ് ഉള്ളവരും അവർ ഹൈ പ്രൊഫഷൻസി ഉള്ളവരാണ്. അതിന് പ്രൊഫഷണലിസ്റ്റാണ്, അതിന് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ റെപ്യൂട്ടേഷനുണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവരാകുമ്പോൾ ആരും ഇവർ എടുത്തോളൂ എന്നാണ് ഇവർ പറയണത്. പക്ഷേ ഇവരാരും എടുക്കണില്ല, ഇവരെടുക്കണില്ല. ലോക്കൽ നിയമങ്ങളെല്ലാം വ്യത്യാസമുള്ളത് കണ്ട് ഇവരെടുക്കണില്ല. അപ്പോൾ ഇവർക്ക് പെട്ടതുപോലെ തോന്നി. ഇനി കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട്, കുഞ്ഞിനെയും പഠിപ്പിച്ചെടുക്കണം അവിടെ. ഇവിടെ നിന്നെല്ലാം TC എല്ലാം കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അവരവിടെ പെട്ടെന്ന് പറയുക. അവർക്ക് പെട്ട് കഴിഞ്ഞപ്പോൾ ജോത്സ്യനും വിപിനും പറഞ്ഞ് അവർക്ക് ഷെയ്ക്കായി. അവർ ക്ലച്ച് പിടിക്കണില്ല, ഇനി റിട്ടേൺ അടിക്കാനും പറ്റണില്ല, അവിടെ നിൽക്കാനും പറ്റണില്ല ഒരു വിഷയം. അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കേൾക്കുന്നത്. കാര്യം ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു സിമ്പിൾ പ്രെയർ അല്ല. ഇതിൻ്റെ കുറേ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആപ്ലിക്കേഷൻസ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്.
ആപ്ലിക്കേഷൻസൊക്കെ നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ആപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ എപ്പോഴും എനിക്ക് കർത്താവിനെ കുറിച്ച് കുറേ ധാരണകൾ തന്നിട്ടുണ്ട്. ബൈബിളിലുള്ള ബൈബിൾ ഇല്ലാത്ത ഞാനൊന്നും പറയത്തില്ല. അതായത് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അതാണ് ഫിലിപ്പി 2:6 പറയണത്. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി ദൈവമായുള്ള സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. അപ്പം നിങ്ങൾ ഡോക്ടറാകാം, കളക്ടറാകാം, ആ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. എന്താ കാര്യം? സ്റ്റാറ്റസാണ് നിങ്ങളുടെ ദൈവം. ഇത് വിഷയം തന്നെ വിഷയമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊന്ന് വെടിപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, അതർ ഗോഡെന്ന് പറയുന്ന ആൾ ഈ സ്റ്റാറ്റസാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത് അതർ ഗോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ബൈബിളിൽ? ഞാനല്ലാതെ മറ്റൊരു ദൈവം, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റൊരു ദൈവം ഇല്ലല്ലോ. പിന്നെ ഉള്ള ദൈവം ഏതാണ്? അപ്പോൾ നമ്മൾ ഓർക്കും വേറെ ഓരോ മതക്കാർക്കും ഓരോ ദൈവം തന്നെ. അതല്ല സംഭവം. മറ്റൊരു ദൈവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ, ഞാൻ കുറഞ്ഞ പുള്ളിയല്ല, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നില കൂട്ടിക്കൊണ്ടിരിക്കണില്ലേ? അതൊരു ദൈവം കളിയാണേ. വീടിൻ്റെ അപ്പടെ 2 പേരേ ഉള്ളൂ വീട്ടിൽ. 2 പേരും കാണത്തില്ല. മക്കളെല്ലാം ആസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളെങ്കിലും ഒരു 16 മുടി വെച്ചിടും. ഈ വെക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരാരും ഇവിടെ വരാൻ പോണില്ല, ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, ഇത് കണ്ടവൻ കൊണ്ട് തിന്നുമെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും മുറിക്ക് എണ്ണം കുറക്കത്തില്ല. എന്താണ്? ഞാനാണ് ദൈവം. അതാണ് വിഷയം. അത് സംഭവത്തിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വിറ്റ് കളയാകൊണ്ടാണ്. പെട്ടവരൊക്കെ വിൽക്കും. നോക്കിക്കോ, ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ സ്വന്തം ദൈവമായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. റോമർ 1:29. അതാണ് വിഷയം. ഈ നമ്മുടെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രലോഭനം എല്ലാം കൂടി ഇങ്ങനെ കാക്കയെപ്പോലെ ആർത്തിരമ്പണത് ഇവിടെയാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ ദൈവമാക്കുന്ന കുറേ സംഭവങ്ങളൊന്ന് ഇപ്പോൾ ഇവർ തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ പ്രൊഫഷനിൽ ഇവർ ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഓക്കെയാണ്, പ്രൊഫഷൻസി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. എന്താണ്? ഈ വിഷയത്തിൽ ഇവരാണ് ദൈവം. പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോഴാണ് ജ്യോത്സന ഒരു പ്രസംഗം കേൾക്കണത്, സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിന് ഉടമ്പടിയിൽ മാത്രമേ, ഇപ്പോൾ നൊവേന കൂടിയ സ്റ്റാറ്റസ് ലോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതൊരു സിമ്പിൾ വോക്കൽ പ്രെയറാണ്. ഇത് ഉടമ്പടി അങ്ങനെയല്ല, ഇത് പ്രോജക്റ്റ് പ്രെയറാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് പ്രെയറാണ്, പക്ഷെ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലോയും കണ്ടൻറ്റാണ് കിടക്കുന്നത്. കാരണം പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ തകർന്നു പോയാൽ അവന് ഇപ്പോൾ ടെർമിനേറ്റർ ഫിലിമൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ്, തകർന്നു പോയി. അവനെ ഇട്ടിച്ച് ലേസർ ബോംബ് കൊണ്ട് അടിച്ച് തകർത്ത് കഴിഞ്ഞിട്ട് ടെർമിനേറ്ററിൻ്റെ ആ റോബോട്ട് ഇങ്ങനെ തകർന്നിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ മെർക്കുറി തുള്ളിയായിട്ട് കിടക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ മെർക്കുറി തുള്ളികളെല്ലാം കൂടി തമ്മിൽ ചോദിച്ച് ആ ടെർമിനേറ്ററായിട്ട് പിന്നെയും വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾ തകർന്നു പോയാൽ ഒരാളെ തിരിച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജോൺസൺ അത് കേട്ടിട്ട് പറഞ്ഞ് ബിബിൻ ഡോക്ടറിനോട് പറയും, നമ്മൾ ഡോക്ടേഴ്സാണ്, പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്താൽ നമ്മളുടെ മെറിറ്റിലല്ലാതെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഗ്രേസിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് സ്റ്റാറ്റസ് ലോയിങ്ങിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗ്രേസ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അപ്പോൾ അവർ രണ്ടുപേർക്കും കൂടി, അവർ രണ്ടുപേരും നല്ല വിശ്വാസികളാണ്. അതാണ് ഏറ്റവും ബേസിക് ഗുണം. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് നിന്നിട്ട് കൊടുക്കാൻ തുടങ്ങി. മലേഷ്യയിൽ
ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് ഇരുന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ വരും ചെയ്യുക. ഇതൊക്കെ നമ്മൾ റീസണല്ല ഉപയോഗിക്കുന്നത്, സയൻറ്റിഫിക് മേഖലയല്ല വർക്ക് ചെയ്യണത്, ശാസ്ത്രം പറയണതല്ലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഡോക്ടേഴ്സൊക്കെ വന്നു വെച്ചാൽ ഇവരോട് പറയും, നിങ്ങളിത് വിഡ്ഢിയാന്മാരെ, നിങ്ങൾ ഇത്രയും അധപ്പതിച്ച എന്താ കാര്യം, ഇതിങ്ങനെ ഒരു വിവരമില്ലാത്തവന്മാരല്ലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സ്ക്രൂ കയറ്റിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ക്ലാസ് അവർക്ക് കൃത്യമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. നമ്മൾ അതായത് ദൈവം നോക്കണത് എങ്കിലും നീ എൻ്റെ നാമത്തെ, ആൾക്കാരിങ്ങനെ ഓരോ തോന്നിവാസമൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ചു താത്താൻ നോക്കി, നമ്മളെ എങ്കിലും ടേക്ക് ദ ബെഡപ്പ്. വെളിപാട് 3:8. വെളിപാട് 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. കണ്ട, അതാ വിഷയം. നോക്കി, വെളിപാട് 3:8 എന്താണ്? ഒന്നേറ്റ് പറഞ്ഞ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കൈയടിച്ചേട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാം, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാം ചെയ്യാൻ പോകുന്നു. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാനേജ് ചെയ്യപ്പെടത്തില്ലെന്നല്ല, അത് കർത്താവ് മാനേജ് ചെയ്യുന്ന. അതാണ് ആർക്കും പൂട്ടാനാകാത്തൊരു വാതിൽ. അതായത് നിങ്ങളുടെ നിയമങ്ങൾക്കോ, നാട്ടിലെ നിയമങ്ങൾക്കോ, നിങ്ങളുടെ ശത്രുക്കൾക്കോ, നിങ്ങൾക്ക് പാരയെ സൂചി വെക്കുന്നവർക്കോ ആർക്കും പൂട്ടാനാവാത്തൊരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു. അടുത്ത വചനം എന്താണ്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. ഐ നോ ഇറ്റ്. എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതാണ് പറഞ്ഞത്. അപ്പം നിന്റെ മെരിറ്റ് ചില സമയത്ത് പരിമിതമാകാം. പിന്നെ എന്താണ് ആ വാക്കിന് പ്രാധാന്യം എന്താണെന്നറിയാവോ? എങ്കിലും. പറഞ്ഞേ, എങ്കിലും. ഇത് ഏത് വചനമാ? വെളിപാട് 3:8. അതിനകത്തുള്ള വാക്യതാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും. അതാണ് ഇപ്പം ഈ ഡോക്ടറിനെ, ജോത്സനെ, ബിബിനെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൂട്ടുകാർ ഡോക്ടർ പറയുകയാണ്, വെളിവ് പോയി റിലേ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലേ? ഇങ്ങനെയൊക്കെ വലുതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്, മതത്തിൻ്റെ പുറകെ പോകണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികളായ ഡോക്ടർ ഇവരെ കുത്തിപ്പ് സംസാരിക്കും. അപ്പോഴും അവരത് മാറത്തില്ല. എങ്കിലും അതാ പറഞ്ഞു കേട്ടില്ലേ, ഇത് നമുക്ക് വേണ്ടതാണ്. ഇങ്ങനെ ആൾക്കാർ പറയണം, പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. നമ്മുടെ വീട്ടുകാർ വിശ്വാസം ചിലപ്പോൾ സമയത്ത് നമ്മളെ കുത്തിപ്പറയും, വിശ്വാസത്തിന് തള്ളിപ്പറയും. ഇതെല്ലാം കൊള്ളാം, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണേ അമ്മമാർ പറയും. ഇപ്പം തന്നെ ബിബിനോട് ജോത്സനൊക്കെ ഒരു പരിപാടിയുണ്ട്, രാത്രി ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് സങ്കടം വരും. അപ്പോൾ ജോത്സനായി രാത്രി എങ്ങനെ ഇത് കേൾക്കാൻ പാടില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ആരാണ്? അപ്പം വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് കൃപാസനം സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പോൾ ജോത്സനോട് ബിബിൻ ചോദിക്കും, എൻ്റെ ജോത്സനെ രാത്രിയെങ്കിലും നീ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലേ സാക്ഷ്യം എന്ന് ബിബിൻ ചോദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, ഇവരിതിൽ നിന്നാണ് സർവേ ചെയ്ത് വരണത്. അപ്പം ബിബിനത് മനസ്സിലായിട്ടില്ല, ബിബിൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പത്രം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ച്, ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ ഇവർ
ഈ കുഞ്ഞുങ്ങളുടെ ഇതിന് അവർക്ക് ജോലി കിട്ടി, പക്ഷേ ഇയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, വിപിന് ജോലി കിട്ടിയിട്ടില്ല. ഈ വിപിനെ വിളിച്ചപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഹയസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഞ്ഞുങ്ങളുടെ തന്നെ പൾമണോളജിസ്റ്റുകൾ ICU ഇൻറ്റൻസീവ് കെയറിലുള്ള ആളാണ്, അതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ല അവർ ആളെ എടുക്കുന്നത്, ഒരു പാനലാണ്. അത് പ്രൈവറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ പ്രൈവറ്റുകാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ആളെ എടുക്കാൻ പറ്റും. മലേഷ്യയിൽ പറ്റത്തില്ല. മലേഷ്യയിൽ ഇതുപോലെ ICU ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകുന്ന ഹൈ ടെക്നീഷ്യനൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാനലുണ്ട്. അത് സയൻറ്റിസ്റ്റുകളായിരിക്കും മിക്കവാറും. ആ മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആ പാനലിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് വിപിൻ മറുപടി പറയണം. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ബിബിനോട് ജോത്സനെ പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് അവരുടെ കോലായിലിടാം. മലേഷ്യയിൽ അവിടെ കൊണ്ട് കുറച്ച് ഉപ്പ് ഇടണം, ഇത് വിശ്വപ്രമാണം ചെല്ലണം, കുറച്ച് ഉപ്പ് പോക്കറ്റ് ഇടണം. അപ്പോൾ പറയും ജോത്സന ഞാൻ അവിടെ കൊണ്ട് ഇടാം, പക്ഷേ എൻ്റെ പോക്കറ്റ് ഇടേണ്ട കാര്യമുണ്ട്. അത് ഇത് ആപ്ലിക്കേഷൻസാണ്. ഈ ഇവർ ഡോക്ടേഴ്സായത് സയൻറ്റിഫിക് പ്രൊഫൈലായ കാരണം ഇവർക്ക് കാര്യങ്ങളറിയാം, റീസണബിളായിട്ട് കാര്യങ്ങളറിയാം. പക്ഷേ ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചളിപ്പുണ്ട് അവർക്ക്. എന്നാലും ജോസഫ് അതവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാകും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറയണത്, ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് നിങ്ങൾ പറയണ ഉപ്പല്ല ഇത്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങളത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ സംഭവം. നമുക്ക് മെറിറ്റ് പോകത്തില്ലേ? നമ്മുടെ ഓപ്ഷൻ എന്താ? എമർജൻസി. ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലേ ഓപ്ഷൻ അല്ലേ? അപ്പോൾ മെറിറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ ഗ്രേസാണ് ഓപ്ഷൻ. ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈയും കാലും പൊക്കിയിട്ട് നമ്മൾ നമ്മൾ കൈ പൊക്കിയിട്ട് പട്ടാളക്കാർ യുദ്ധം തോക്കുമ്പോൾ എന്താ പറയണത്? കൈ പൊക്കും അല്ലേ? യുദ്ധം പൊക്കിയിട്ട് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കും. അതുപോലെയുള്ള പരിപാടിയാണ് ഉപ്പിടൽ. എന്ന് വെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്ന് ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, ഇനി നീ മാത്രമേ ഉള്ളൂ. അതാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവകാശമാണ്. കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ മെറിറ്റായിരുന്നു എൻ്റെ അവകാശമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ ഇൻ്റർനാഷണൽ ഫോറങ്ങളിലുള്ള എൻ്റെ ആർട്ടിക്കിളിൻ്റെ എൻ്റെ പ്രസിദ്ധീകരണമൊക്കെയാണ് എൻ്റെ മെറിറ്റ്. ആ മെറിറ്റ് ഇവിടെ ഡൈ ഔട്ടായിപ്പോയി. ഇനി എന്താണ്? ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. അത് ഞാൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് ഈ ഉപ്പ് ഇംപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇനി എൻ്റെ അവകാശം എൻ്റെ മെറിറ്റല്ല, എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ്. കർത്താവ് വിചാരിച്ചാൽ ഞാനിവിടുന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് സംഖ്യാപുസ്തകം എടുത്തവനെ, സംഖ്യാപുസ്തകം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി. നീരാജനം കഴിഞ്ഞാൽ സോൾട്ടഡ്, അതായത് ലവണ ഉടമ്പടിയായി നീരാഞ്ജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതിന് കവനന്റ് ഓഫ് ദി സാൾട്ട് എന്നാ പറയണത്, ഉപ്പിൻ്റെ ഉടമ്പടിയെന്ന്. ഉടമ്പടിയെന്ന് നമുക്ക് നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. അതല്ല കൃപാസന ഉടമ്പടി ഉപ്പാണ് തരണത്. ഉടമ്പടി ഉപ്പെന്ന് പറയുന്നത് ഈ സംഖ്യ 18 വായിച്ച് നീരാജനം ചെയ്ത നീരാജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണലിപ്തമായ ഉപ്പ് തളിച്ചതെന്ന് എൻ്റെ അർത്ഥം. നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ. അതായത് ബലിവസ്തുവിനെ കുറിച്ച് പറയണ, ആടിനെ കുറിച്ച്, ബലിയർപ്പിക്കപ്പെട്ട ആടിനെ ആടിൻ്റെ നെഞ്ചും ഉപ്പ് തളിക്കും. പിന്നെന്താണ്? വലത്തെ കാൽക്കുറകും പോലെ. വലത്തെ കാലത്തൂടെയും ഉപ്പ് തളിക്കും. പറ.
അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ആർക്കാണ്? ലേവിയർക്ക്, പുരോഹിതന്മാർക്ക്. പറ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി ഉപ്പ് തളിച്ചതായിട്ട് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ലേവ്യ പുരോഹിതന്മാർക്ക് ഇപ്പം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളില്ലേ, ഇപ്പം മോശ ഇവർ വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വാഗ്ദാന നാടിൻ്റെ 12 ഭാഗങ്ങളെ 11 ഭാഗങ്ങളെയും ഭാഗിച്ച് യൂദയ ഒരാൾക്ക്, സമറിയ ഒരാൾക്ക്, ഇങ്ങനെ ഭാഗിച്ച് കൊടുത്തു. അതാണ് ഇയാൾ വിടാത്തതിൻ്റെ കാര്യമേ. ഈ നെഥന്യാഹു ഈ യുദ്ധം നടക്കണില്ലേ, നെഥന്യാഹു ചുട്ടക്ക് വിടാത്തതിൻ്റെ കാര്യം അയാൾക്ക് ആ ഇസ്രായേൽ ഗോത്രത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അയാൾ സിറിയയിൽ പോയി നിൽക്കണ എന്താ ഇപ്പം പോയി സിറിയയിൽ നിൽക്കണില്ലേ? സിറിയയിൽ ഇസ്രായേൽ പള്ളാൻ കയറിയിട്ട് അത് ഇതുപോലെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഒരു ഓഹരിയായിരുന്നു പണ്ടത്തെ. പിന്നെ അവരെ തല്ലി ഓടിച്ചു, റോമക്കാർ തല്ലി ഓടിച്ചപ്പോൾ ഇവർ കയറി, അറബികൾ അവിടെ കയറി ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നീട് ഇവനോട് കാലത്ത് 1948 ഇവർക്ക് ചെറിയൊരു പോർഷൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അവിടെ. പക്ഷേ അവിടെ മനസ്സിലിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ പോർഷനാണ് അവിടെ മനസ്സിൽ. അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഇത് മാത്രം വില പോകുമെന്ന് നമുക്കറിയത്തില്ല. രക്തരൂഷിതമായ ഒരു സബ്ജക്റ്റാണത്. പക്ഷേ എനിവേ ഇങ്ങനൊരു ചരിത്രം ഉണ്ട് അതിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ജോഷുവയിലൂടെ എല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ലേവ്യരോട് പറഞ്ഞ്, അഹറോൻ എന്ന് പറയുന്ന പുരോഹിതൻ അയാളാണല്ല, അതൊരു ഗണമാണ്, അതൊരു വംശമാണ്. പറഞ്ഞു, നിനക്ക് ഇസ്രായേലിൽ ഓഹരിയില്ലെന്ന് പറഞ്ഞു. ഇസ്രായേൽ നിനക്ക് ഓഹരിയില്ല. അപ്പം അഹറോന് ഒരു സങ്കടവുമില്ല. എന്താ പറയണത്? ഞാനാണ് നിൻ്റെ ഓഹരി എന്ന്. ഹല്ലേലൂയ. സംഖ്യ 18:20 കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. മെറിറ്റ് ഇല്ലെന്നായി പറയണത്. മെറിറ്റ് ഇല്ല, അവകാശമായി ഇല്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. അതുകൊണ്ട് ഈ ലേവ്യർക്ക്, പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് സ്ഥലമില്ല. എന്താണ്? കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് കർത്താവിന് കൊടുക്കുന്നതെല്ലാം അവരുടേതാകും. അതുകൊണ്ടാണ് നെഞ്ചിൽ ഉപ്പ് തളിക്കും, തൊടയിൽ ഉപ്പ് തളിച്ചും അത് അവർക്ക് അവർ ബലിയർപ്പിച്ചതിന് ശേഷം ആ ഭാഗം അവർക്ക് കൊടുക്കും. എന്താ കാര്യം? അത് കർത്താവിൻ്റെതാണ്. ഉപ്പ് തളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കർത്താവിൻ്റെതാണെന്നാണ്. അതാണ് മിനി കൊണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഉപ്പ് ഇങ്ങനെ കിലോ കണക്കിന് മഴിച്ചിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഇങ്ങനെ വാരിക്കോരിക്കൊണ്ട് പോകണമല്ല ഉപ്പ്. അത് ഒരു ഡെപ്പി ഇരുന്നാൽ മതി. പക്ഷെ ചെയ്യണവന് എൻ്റെ ചെയ്യണ രീതി അറിയണം. അതിൻ്റെ പിന്നിലുള്ള ബൈബിൾ സത്യങ്ങൾ അറിയണം. അതൊരു ആപ്ലിക്കേഷൻസാണ്. എന്താണ്? എനിക്ക് ഓഹരിയില്ല, എനിക്ക് അവകാശമില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ അവകാശം ഞാൻ അടിയറവ് വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ അവകാശം. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പ്. അപ്പോൾ വിപിനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ഡോക്ടർ എന്ത് ചെയ്യും? തീർന്നു പോകാൻ ജീവിതം തീരുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ പ്രൊഫഷൻഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ അടിയറ വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെലുത്തോളും. എന്താണ്? കർത്താവാണ് എൻ്റെ അവകാശം. അകത്ത് കയറുമ്പോൾ ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ 5 ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ ഒരാളുടെ ചോദ്യം ചോദിക്കും, അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം,
ബിബിൻ കയറുമ്പോൾ തന്നെ അവരവരുടെ പൊസിഷൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. 5 ചോദ്യവും ഓരോ ചോദ്യമാണ്. അത് ഏതെങ്കിലും ഒരു ചോദ്യം തോറ്റു കഴിഞ്ഞാൽ 5ഉം തോറ്റതുപോലെ കണക്കാക്കും. അതാണ് പ്രശ്നം. കാര്യം ഇത് ICUയിൽ കിടക്കുന്ന ജീവനുമായിട്ടുള്ള അവസാന പോരാട്ടമല്ലേ. അതിന് കൃത്യമായിട്ട് ടെക്നിക്കലായിട്ടുള്ള നോളജ് അറിയണം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയണം. ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ കേസാവും, പിന്നെ ഇയാൾക്ക് അവിടെ പോരാൻ പോയി ഇയാൾ അകത്തായി പോകും. അതാണ് വിഷയം, നിസ്സാരമല്ല. വിദേശത്തൊക്കെ ഉള്ള ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ശരിക്കും. അതുകൊണ്ടാണ് അവർ ആൾക്കാരെ കാണാൻ കൂട്ടാക്കാത്ത പല കാര്യങ്ങളും. എല്ലാം എഴുതി മേടിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അതിന് ജീവിതം പോകും. അവരെ കേസ് കൊടുക്കാൻ വേണ്ടി വക്കീലുമാരുടെ ഒരു പട തന്നെ നടക്കും ഡോക്ടർമാർക്കെതിരെ. പൈസ കിട്ടുന്ന ചിലപ്പോൾ ഇൻഷുറൻസ് ഉള്ള കാരണം ഇൻഷുറൻസിലാണല്ല ഇതെല്ലാം പോണത് അവിടെ. അത് കാരണം ഇതിങ്ങനെയുള്ള എല്ലാം ഒരു പണികളൊക്കെ നടക്കും അവിടെ. അപ്പം അതുകൊണ്ട് ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു 5 ചോദ്യമുണ്ട്. ഓരോ ചോദ്യവും ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം അങ്ങനെ ചോദിച്ച് 4ഉം പറഞ്ഞാലും 5ാമത്തെ പറഞ്ഞില്ലേ ഔട്ടാവുമെന്ന് പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ 4 ഇവൻ ചെയ്യും. 5ാമത്തെ ചോദ്യം വരുമ്പോൾ അവിടെ 5ാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരു ഡെത്ത് ലൈനിൽ കിടക്കുന്ന കുട്ടിയാണ്. ഡോക്ടറുടെ തീരുമാനമാണ് അതിനെ റിലീവ് ചെയ്യുകയോ അതിനെ കൊല്ലുകയോ ചെയ്യേണ്ടത്. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചു. ഇയാൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ രാജ്യത്തെ നിയമം ഇയാൾക്ക് അറിയത്തില്ല. ഒരു കൊച്ചിന് ICU നമ്മൾ വെന്റിലേറ്റർ മാറ്റണില്ലേ, ആ ഡെത്ത് ടൈമിൽ കിടക്കുമ്പോൾ വെന്റിലേറ്റർ മാറ്റണമെങ്കിൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട് മലേഷ്യക്ക്. അതെന്താണെന്ന് ചോദിച്ച് ആ രാജ്യം ഇതെല്ലാം പഠിച്ച് ഈ ടെക്നിക്കലായിട്ട് എല്ലാം അറിയാം. പക്ഷേ ആ ലോക്കൽ കൺട്രിയുടെ നിയമങ്ങൾ അറിയത്തില്ല. അപ്പോൾ പോയി സങ്കടം തീർന്നു, ജീവിതം തീർന്നു. പഠിച്ചതെല്ലാം പോയി. 4 പറഞ്ഞാണ്, 5ാമത്തെ പറയാൻ അറിയത്തില്ല. അവിടുത്തെ ലോക്കൽ നിയമം എന്താണെന്ന് അറിയത്തില്ല. അതിങ്ങനെ മാസം മാറിക്കൊണ്ടിരിക്കുന്ന നിയമമല്ലേ, അറിയാൻ പാടില്ല. തീർന്ന് അവരെ കണ്ണിങ്ങനെ നിറയും. തീർന്നില്ല, ഇറങ്ങിപ്പോരണ്ടേ. ഇറങ്ങിപ്പോരാൻ നേരത്ത് ഡോക്ടർ ചോദിക്കും, നീ സീംസ് ബി സോ പെർപ്ലസ്ഡ്, നീ വല്ലാതെ ഇരിക്കണില്ല എന്ന് ചോദിക്കും. അപ്പോൾ കാര്യം ആൾ ഔട്ടായല്ല. ഔട്ടായി കഴിഞ്ഞപ്പോൾ പറയും, എന്നിട്ട് ഈ ഒരു ഡോക്ടർ പറയും, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ, ഭാവിയിൽ നീ പഠിക്കുമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ എടുത്തിരിക്കണം എന്ന് പറയും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതിൽ ആപ്ലിക്കേഷൻസാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പ്രോജക്റ്റ് പ്രെയറാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ എപ്പോഴും അപ്ഡേഷൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ചില അപ്ഡേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇവർ പലരും ധ്യാനം കൂടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയും അപമാനവുമാണ്. നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ദൈവം സഹായിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തോട് ചെയ്തിട്ടാണ് ചൊവ്വാഴ്ചയുള്ള ധ്യാനം കൂടിയേക്കുള്ളതെന്ന്. നിങ്ങളത് കൂടുന്നില്ലെങ്കിൽ എത്രയും വേഗം പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് കൂടിയിട്ട് കുടിശ്ശിക മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ.
രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ നല്ലൊരു സമയമാണിത്. കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രോഗത്തിന് ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി, ശ്വാസകോശ രോഗങ്ങളായാലും ശരി, സ്പോണ്ടിലോസിസ് രോഗങ്ങളായാലും ശരി, തൈറോയ്ഡ് രോഗങ്ങളായാലും പിസ്റ്റുല ആയാലും PCOD ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിൽ അബ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവയിലാണ് കൈവെക്കേണ്ടത്. ശിരസ് സംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ ആൾത്താരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആകണം. ഒന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഒരു നിമിഷം കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശാവ് ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന സ്ഥലം അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ മേലങ്കിയുടെ സുഗന്ധം അവൻ്റെ നാസികയിലെ ഘ്രാണിക്കുമ്പോൾ ഇസഹാക്ക് പറയും, നീ എൻ്റെ മകൻ ഏശാവ് തന്നെ. നിൻ്റെ ഉടുപ്പ് കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ്. ദൈവത്തിലെ
നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച 10,000 കണ്ണീരിക്ക് ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ തിരുമുറിവാർന്ന തിരുമുറിവാർന്ന വലത് കരം എൻ്റെ ശിരസിൽ വെക്കണമേ. ശിരസിൽ വയ്ക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണര് പോലെ, വൈദ്യുത ആഘാതം പോലെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സിസ്റ്റുകള് സിസ്റ്റുകള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, ശിരസിലെ ക്യാൻസർ, ക്യാൻസർ ബ്രെയിൻ ക്യാൻസർ കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകർത്താവ് തൊണ്ടകളെ സ്പർശിക്കണമേ. സ്പോണ്ടിലോസിസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, തൊണ്ടവീക്കങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളിലെ വെക്കണമേ. അടിപ്പിണർ പോലെ, ദൈവികമായ ശക്തി ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗങ്ങള്, പ്ലീഹ രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തില് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥാവനേ എന്നിൽ നിറയണമേ, നാഥാവനേ സൗഖ്യം നൽകണമേ, നാഥാവനേ എന്നിൽ നിറയണമേ, നാഥാവനേ സൗഖ്യം നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ,
കുടൽ രോഗികള്, കുടൽ രോഗികള്, അൾസർ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരരോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരകരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കുഴകളുടെ രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പരോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് ദാവീദിന്റെ നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളും ഒക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെ വേറെ ചിതറിപ്പോയിട്ട് അകപ്പാട് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഓർക്കുക, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക. കർത്താവ് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ, പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. വീട് മൊത്തം പ്രശ്നമാണ്. വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, വല്ലയിടവും പോയി ഒളിച്ചു പോയാലാൻ തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെറിയ കടകളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, അത് അടഞ്ഞു വരുന്ന ലക്ഷണമാണ്. കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പരിഭവമാണ്. ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടിൻ്റെ വഴിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, പാക ഉടമ്പടി നടക്കാത്തവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ. ശ്രുതികട്ടെ. എൻ്റെ മക്കളെ, വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഒരൊത്തിയും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം,
ചിലർക്ക് ജീവിത പങ്കാളി കിട്ടണില്ല. 45 വയസ്സായി, ജീവിത പങ്കാളി കിട്ടണില്ല. ഇനി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത ആശങ്കയാണ് അവർക്ക്. ഉറങ്ങാൻ പറ്റണില്ല. അവിടെ ജീവിതം ആകപ്പാടെ തകരുകയാണ്. കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കുന്നു. തുന്നിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുള്ളവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സാമ്പത്തിക മാർഗങ്ങൾ തെളിഞ്ഞു വരാത്തവരെ, പല ബാങ്കുകളും മുട്ടിട്ട് ലോൺ കിട്ടാതിരിക്കുന്നവരെ, ആവശ്യപ്പെട്ട രേഖ കിട്ടാത്തവരെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, ഇനി ഈ വിഷയത്തിൽ ചെയ്യാൻ ഇനി ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നവർ, 2-3 ഏജൻസിക്ക് പൈസ കൊടുത്ത് എല്ലാ പൈസയും പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ ആ കേൾക്കുന്നവർ പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കണം, താനേ കയറിയാൽ കൊയ്യാലില്ല, അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആശ്വാസമില്ലാതെ ചവിട്ടി പുറത്താക്കപ്പെടുന്നവർ. കർത്താവേ, അവർക്ക് അങ്ങ് മാത്രമേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒറ്റ വാക്കിലാണ് ഈശോയെ അങ്ങനെ മക്കൾ ഇവിടെ നിൽക്കുന്നെന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അവഗണിക്കില്ലെന്ന് തിരുവചനത്തിലൂടെ നൽകിയ ഉറപ്പിന് നന്ദി പറയുന്നു. ജീവനേ സ്വന്തമേ ജീവനേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, അവിടെ വിസ കട്ടാകാൻ പോകുന്നു, അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല, ഇനി എന്ത് ചെയ്യുന്നവർക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വിസയും പുതുക്കാൻ പറ്റണില്ല, ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പ്രോജക്റ്റും തീർന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു, വിസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴങ്ങിക്കിടക്കുന്നവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ അരുവി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. ജീവിതത്തിനുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെല്ലാം പേപ്പർ സംബന്ധമായ രേഖ സംബന്ധമായ സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു അവസ്ഥകളിൽ നിൻ്റെ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന തടസ്സങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന. ശ്രുതികട എല്ലാവരും മുട്ട
നിന്നാണ് സമാപന ആശീർവാദം മേടിക്കേണ്ടത്. ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്, ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ